ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് സ്റ്റാച്യു അഥവാ ആഴിയുടെ നാഥൻ എന്നറിയപ്പെടുന്ന യേശുക്രിസ്തുവിനെ കൊത്തിവെച്ചിരിക്കുന്ന സുപ്രസിദ്ധ തിരുസ്വരൂപം ശുചിയാക്കി ഇറ്റാലിയൻ മുങ്ങൽ വിദഗ്ധർ. ഇറ്റലിയിലെ സാൻ ഫ്രൂട്വാസോ ബേയിൽ ലിക്കൂരിയൻ തീരത്ത് കാമോഗ്ലി, പോർട്ടോഫിനോ എന്നിവയ്ക്കിടയിലാണ് ഈ രൂപം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റാലിയൻ പോലീസും തീരദേശ സംരക്ഷകരും നാവികരും മുങ്ങൽ വിദഗ്ധരും ചേർന്നാണ് ഈ രൂപം ശുചിയാക്കിയത്. വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് രൂപത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ആൽഗകളും ബാക്ടീരിയ, ഫംഗസ് മുതലായവയെയും വെങ്കലത്തിൽ കൊത്തുപണി ചെയ്തിരിക്കുന്ന തിരുസ്വരൂപത്തിൽ നിന്നും നീക്കം ചെയ്തു. 2004 ഈ കർമ്മപരിപാടിക്ക് തുടക്കമിട്ടത്. വെങ്കല രൂപത്തിനോ ചുറ്റുപാടുമുള്ള ജലജീവജാലങ്ങൾക്കോ കേടോ നാശമോ വരുത്താതെയാണ് സ്റ്റാച്യു വൃത്തിയാക്കുന്നത്. ജലോപരിതലത്തിൽ നിന്നും ഏകദേശം 18 അടി താഴ്ചയിലാണ് ഈശോയുടെ ഈ രൂപം സ്ഥിതി ചെയ്യുന്നത്. മധ്യധരണ്യാഴിയിലെ ജലാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്രിസ്തുരൂപം മുങ്ങൽ വിദഗ്ധരുടെയും കയാക്കിംഗ് ചെയ്യുന്നവരുടെയും പ്രിയ സ്ഥാനങ്ങളിൽ ഒന്നാണ്. 2.5 മീറ്റർ നീളവും വെങ്കലത്തിൽ നിർമ്മിക്കപ്പെട്ടതുമായ ദി ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് എന്നു പേരുള്ള യേശുക്രിസ്തുവിന്റെ ഈ തിരുസ്വരൂപം ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആശീർവദിക്കുന്ന ഭാവത്തിലാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇറ്റാലിയൻ ശില്പിയായ ഗൈഡോ ഗല്ലേറ്റിയാണ് ഈ രൂപത്തിന്റെ നിർമ്മാതാവ്. സ്റ്റാച്യുവിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം 1954 ഈ തിരുസ്വരൂപം കടലിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തത്. സ്കൂബ ഡൈവിംഗിനിടെ മരണപ്പെട്ട ഇറ്റാലിയൻ മുങ്ങൽ വിദഗ്ധനായ ദാരിയോ ഗോൺസാറ്റിയെയും കടലിൽ മുങ്ങി മരിച്ചവർക്കും വേണ്ടിയാണ് ഈ തിരുസ്വരൂപം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സമുദ്രത്തിൽ മുങ്ങി മരണപ്പെട്ടവരോടുള്ള ഓർമ്മ സൂചകമായി കപ്പലിന്റെ വിവിധ ഭാഗങ്ങളായ പ്രൊപ്പല്ലർ, ഷിപ്പ് ബെൽ, മെഡലുകൾ കൂട്ടിച്ചേർത്താണ് ഈ വെങ്കല ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. 1954 ശേഷം പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ശില്പത്തിൽ ആൽഗകളും മറ്റ് ജലജീവികളും പറ്റിപ്പിടിച്ചു വളർന്നു. തന്മൂലം ഘടനാപരമായുള്ള കേടുപാടുകൾ രൂപത്തിന് സംഭവിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് 2003 ആഴിയുടെ നാഥനെന്നു പേരുള്ള യേശുക്രിസ്തുവിന്റെ ശില്പം ശുചീകരിച്ചതും പിന്നീട് 2004 പുതിയൊരിടത്തേക്ക് മാറ്റിസ്ഥാപിച്ചതും. ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് സ്റ്റാച്യുവും പ്രദേശവും ഇന്ന് മുങ്ങൽ വിദഗ്ധരുടെ ശ്രദ്ധയാകർഷിക്കുന്ന പരിസര പ്രദേശമാണ്. മാത്രമല്ല സാംസ്കാരികതയും ആത്മീയതയും പങ്കുവയ്ക്കുന്ന ഒരിടം കൂടിയാണ് കർത്താവിന്റെ ഈ ശില്പവും സമീപ പ്രദേശങ്ങളും. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ അവസാന ശനിയാഴ്ച LED ടോർച്ചുകളുമായി ഒരു സംഘം മുങ്ങൽ വിദഗ്ധർ ജലാന്തർഭാഗത്തുള്ള ക്രിസ്തുരൂപത്തിനടുത്ത് എത്തിച്ചേർന്ന് ഓർമ്മ പുതുക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും പതിവാണ്. മാത്രമല്ല വർഷം തോറുമുള്ള ഈ ആചാരാനുഷ്ഠാനത്തിന് ശേഷം കടലിന്റെ തീരത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പതിവുള്ളതാണ്. ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് സ്റ്റാച്യുവിന്റെ ചെറുപകർപ്പ് സാൻ ഫ്രൂട്ടോസോ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്ലോറിഡായിലും ഗ്രനേഡായിലും ലേക്ക് പാലുവിലും ഈ രൂപത്തിന്റെ പകർപ്പുകളുണ്ട്. 1954 കടലിലാഴ്ത്തിയ ക്രിസ്തുരൂപം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും സാംസ്കാരിക ഒരുമയുടെയും പ്രതീകങ്ങളായി ഇറ്റലിയുടെ ലിഗൂരിയൻ തീരത്തുള്ള കടലിനടിയിൽ 70 വർഷത്തിന് ശേഷം ഇന്നും നിലനിൽക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.